പൊന്നാനിയിലെ മലമ്പനി പ്രതിരോധം 388 രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. പുതിയ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പൊന്നാനിയിൽ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യപ്രവർത്തകർ ഗൃഹസന്ദർശനം നടത്തി 388 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. റാപ്പിഡ് പരിശോധനയിൽ പുതിയ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. രക്തപരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. H1N1 പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രദേശത്ത് പനി സർവേ ആരംഭിച്ചു. സമ്പർക്കത്തിലുള്ളവർക്ക് പ്രതിരോധ മരുന്ന് നൽകും. പ്രദേശത്തുള്ളവർ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലമ്പനി പ്രതിരോധ പ്രവർത്തനം പുരോഗതി അവലോകനം ചെയ്യുന്നതിന് അടിയന്തര യോഗം ചേർന്നു. പൊന്നാനിയിൽ മലമ്പനി കണ്ടു തുടങ്ങിയതോടുകൂടി നമ്മൾ സംശയിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് 3, 4, 5, 6, 7 വാർഡുകൾ കേന്ദ്രീകരിച്ച് 100ഓളം വരുന്ന ആരോഗ്യ പ്രവർത്തകർ വീടുകൾ തോറും കയറി സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളാണ് ഉണ്ടായിട്ടുള്ളത്. നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ വെക്ടർ കൺട്രോൾ യൂണിറ്റും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി വാർഡ് തലങ്ങളിലുള്ള ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ കൂടി സഹകരണത്തോടു കൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം നഗരസഭാ പ്രദേശത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വകുപ്പ് തല മേധാവികളുടെ അടിയന്തര യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ തീരുമാനിച്ചു. വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും രാത്രികാലങ്ങളിലും സന്ധ്യാസമയത്തും വീടുകൾ കേന്ദ്രീകരിച്ച് ജൈവ കൊതുകുനാശിനി സ്പ്രേ ചെയ്യുവാനും രക്തപരിശോധന ഊർജിതമാക്കുവാനും തീരുമാനിച്ചു. വാർഡ് 5 പുറമെ സമീപ വാർഡുകളായ 4, 6, 7, 31 എന്നിവയിലും വീടുകൾ സന്ദർശിച്ച് രക്തം പരിശോധിച്ച് രോഗനിർണയം നടത്തും. പക്ഷെ ഇവിടുത്തെ ഒരു സവിശേഷ സാഹചര്യം കാരണം, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകാത്തത് കൊണ്ടായിരിക്കണം ഇവിടെ കുറച്ചുകൂടി കൊതുകുകളുടെ സാന്ദ്രത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒന്നിച്ച് വന്നപ്പോൾ ഇത്തരം പുറത്തുനിന്ന് വന്ന കൊണ്ടുവന്ന ഇൻഫെക്ഷൻ നമ്മുടെ ആൾക്കാരിലേക്ക് പകർന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അസുഖം ആദ്യം കണ്ട വീടിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ ആൾക്കാരെയും നേരിട്ട് വീടുകളിൽ സന്ദർശിച്ച് പരിശോധിച്ച് രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അതിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ വീടുകളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതും അവരെ മോസ്കിറ്റോ നെറ്റിനുള്ളിൽ കിടത്തുക എന്നുള്ളതും അവർക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത്. വാർഡ് തലത്തിൽ ആരോഗ്യ ജാഗ്രതാ സമിതിയുടെയും സാനിറ്റേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി ശുചിത്വ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുവാനും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി രക്തപരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. മഴയുടെ തീവ്രത കുറയുന്ന മുറയ്ക്ക് ഫോഗിംഗ് നടത്തുവാനും ഇതിനാവശ്യമായ ഫോഗിംഗ് മെഷീനുകൾ വാങ്ങുവാനും യോഗത്തിൽ ധാരണയായി. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് CK സുരേഷ് കുമാർ, ബയോളജിസ്റ്റ് മുജീബ്, കിരൺ രാജ്, ഹെൽത്ത് സൂപ്പർവൈസർമാരായ CR ശിവപ്രസാദ്, വിൻസെന്റ് സിറിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ N അബ്ദുൾ ജലീൽ എന്നിവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.